വെൽക്കം ടു കണ്ടാടോസ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കിടിലനായിട്ടുള്ള ഒരു ഫേസ് വാഷ് പൗഡറാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുക നമ്മുടെ ഫേസിലോട്ടാണ്. അപ്പോൾ അത് നല്ല പ്ലസൻ്റ് ആയിട്ടും നല്ല എന്താ പറയുക, അങ്ങനെ പാടുകളൊന്നും ഇല്ലാണ്ട് ഞാൻ എപ്പോഴും ഞാൻ പറയുന്നില്ല കേട്ടോ, നമ്മൾ കളറിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നില്ല, വേറെ ഒന്നുമല്ല. ഞാൻ പറയട്ടെ, കളറിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചിലർ പറയും, ഓ ആ കുട്ടിക്ക് എന്തൊരു വെളുപ്പാണ്, ഓ ആ കൊച്ചെന്താ ഇങ്ങനെ കറുത്തിരിക്കണേ. സത്യം പറഞ്ഞാൽ അങ്ങനെ നമ്മൾ പറയേ ചെയ്യരുത്. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു പാട്ട് തന്നെ ഉണ്ട്, എന്താ പറയുക, എണ്ണക്കറുപ്പിന് ഏഴഴകെന്ന് പറഞ്ഞിട്ട് അല്ലേ. ആ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ അതിന് എന്താ കുഴപ്പം, അതും ഒരു അഴക് തന്നെയല്ലേ. ഇപ്പോൾ വെളുത്തത് മാത്രമാണോ ഭയങ്കര ഭംഗി ഗ്ലാമർ എന്നൊക്കെ പറയാനുള്ളത്? അപ്പം ഞാനിപ്പോൾ ഈ പറയുന്ന ഫേസ് വാഷ് പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആയിട്ടിരിക്കാനും അതേപോലെ തന്നെ എന്താ പറയുക, ഈ ചെറിയ കറുത്ത പാടുകളൊക്കെ, അതായത് ഇങ്ങനെ നമുക്ക് പിമ്പിളൊക്കെ വന്നിട്ട് ചെറിയ ചെറിയ ബ്ലാക്ക് ഡോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ പോവാനും ഒന്ന് ബ്രൈറ്റനായിട്ട് ഒന്ന് തിളങ്ങി. ഇപ്പോൾ നമ്മൾ ഇപ്പം ഇച്ചിരി കറുത്ത, ഇപ്പം ഞാനൊക്കെ ഇച്ചിരി കറുത്ത കൂട്ടത്തിലാണ് കേട്ടോ. അങ്ങനെ ആയിരുന്നാൽ കൂടി എന്താണ്, അതൊന്ന് ആ കറുപ്പ് ഒന്ന് ബ്രൈറ്റായിട്ട് നിൽക്കണം, അത്രേ ഉള്ളൂ. നമ്മുടെ ഫേസ് എപ്പോഴും നല്ല പ്ലസൻ്റ് ആയിട്ടിരിക്കണം. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഫേസിലൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെ എപ്പോഴും ആൾക്കാർ പറയില്ലേ, ഒരു സ്മൈല് മതി നമ്മുടെ ഫേസ് നല്ല പ്ലസൻ്റ് ആയിട്ടിരിക്കാൻ, നമ്മളൊക്കെ നല്ല സുന്ദരികളായിട്ടിരിക്കാനായിട്ട് ഒരു പുഞ്ചിരി മതി എന്ന് പറയും. എങ്ങനെ കളറുള്ളതായിക്കോട്ടെ ഇല്ലാത്തതായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ കളറിനെ പറ്റി നമ്മളിവിടെ പറയുന്നേ ഇല്ല, എനിക്ക് അതിനോട് ഇതുമില്ല, ഞാൻ അതിന് യോജിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് വരാം. അപ്പോൾ പണ്ടത്തെ അമ്മാവന്മാരെ കണ്ടിട്ടില്ലേ, എന്ത് സുന്ദരികളാണ് അവർ പ്രായമായി കഴിഞ്ഞാൽ അല്ലേ. മുടിയൊക്കെ നരച്ചിരുന്നാലും അവർ ഭയങ്കര ക്യൂട്ടായിരിക്കും കാണാനായിട്ട്. അപ്പോൾ പണ്ട് ഈ പറഞ്ഞ പോലെ ഫേഷ്യലോ ഈ വക സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, നമുക്കറിയാലോ. ഇപ്പോഴാണ് വൈറ്റമിൻ സി അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പല 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 പ്രോഡക്റ്റുകൾ വരുന്നത് അല്ലേ. പണ്ട് അവരൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്തിരുന്നത് എന്താ, മഞ്ഞളാണ് അല്ലേ. അതായത് മുഖത്ത് വേറെ ഇതുകളൊന്നും വരാണ്ടിരിക്കാനായിട്ട് അത് നല്ല പൊടിയും കാര്യങ്ങളൊന്നുമല്ല, ആ ഒരു പച്ചമഞ്ഞൾ. ഇപ്പം അവരൊക്കെ പണ്ട് ഈ കുളത്തിലും അവിടെയൊക്കെയാണ് കുളിക്കാൻ പോവുക. അപ്പോൾ പോണ വഴിക്ക് അവിടെ നിന്നൊരു കട മഞ്ഞൾ അങ്ങ് പറിച്ചിട്ട് പോകും, ആ കല്ലുമ്മിട്ട് രണ്ടോ ഓരോരയ്ക്കും അതങ്ങ് മുഖത്തിട്ട് അത് കഴുകിക്കളയും. പക്ഷെ അവരെത്ര പ്രായമായാലും എന്ത് സുന്ദരികളായിട്ടിരിക്കുന്നത്. അവർ ഈ വക ഫേസ് വാഷോ സോപ്പോ കാര്യങ്ങളൊന്നും സത്യം പറഞ്ഞാൽ അവർ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ. എന്നിരുന്നാൽ കൂടി അവർ നല്ല സുന്ദരികളായിരുന്നു. അപ്പം നമുക്കും ആ ഒരു പഴമയിലേക്കൊക്കെ തന്നെ അങ്ങ് പോവാം. പണ്ടൊക്കെ നമ്മൾ കുളിക്കാനായാലും ഒക്കെ ചെറുപയറ് പൊടി അല്ലെങ്കിൽ നമ്മുടെ കടലപ്പൊടി ഇതൊക്കെയാണ് യൂസ് ചെയ്തിരുന്നത്. ഇപ്പോഴാണ് പല പല സംഭവങ്ങൾ, സോപ്പ്, ബോഡി ലോഷൻ, അത് ഇത് ഒക്കെ ഇപ്പോഴാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ പഴമയിലേക്ക് തിരിച്ചു പോയെന്ന് നോക്കിയൊക്കെ ചിലപ്പോൾ നമ്മളും ആ മുത്തശ്ശിമാരെ പോലെ നല്ല ക്യൂട്ടായി സുന്ദരികളായിട്ട് ആയാലോ അല്ലേ. നമുക്ക് നോക്കാം. അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ ഫേസ് വാഷ് പൗഡർ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിൽ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചെറുപയറിൻ്റെ പൊടിയാണ് കേട്ടോ. അപ്പോൾ ചെറുപയർ പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത് നല്ല ക്ലീൻ ആവാനായിട്ട്, ഫേസ് നല്ല ക്ലീൻ ആവാനായിട്ട് അടിപൊളിയാണ് ഈ ചെറുപയറിൻ്റെ പൊടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അത് ആദ്യം എടുക്കാം. അതൊരു 2 ടേബിൾ സ്പൂൺ ചെറുപയർ പൊടി നമുക്ക് എടുക്കാം. ഇപ്പോൾ ചെറുപയറിൻ്റെ പൊടിയായാലും ചെറുപയറിൻ്റെ പൊടി ഇല്ലെങ്കിൽ ഇത്തിരി ചെറുപയർ അങ്ങനെ എടുക്കുക, ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് പൊടിക്കുക, അരിച്ചെടുക്കുക ചെറുപയറിൻ്റെ പൊടി. അപ്പോൾ ഇതെല്ലാം നല്ല നൈസായിട്ടുള്ള പൊടിയായിരിക്കണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് നമ്മുടെ അരിപ്പൊടി, നമ്മുടെയൊക്കെ വീടുകളിലുണ്ടാവും അല്ലേ. അപ്പോൾ അതെടുക്കുക, അതും ഇതേപോലെ തന്നെ 2 ടേബിൾ. അരിപ്പൊടിയുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുറേ വായിക്കും പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ കൊറിയൻ സ്കിൻ സീക്രട്ടിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് റൈസ്. അവർ ഭയങ്കര യങ് ആയിട്ടിരിക്കാനും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ അരിയുടെ പ്രോഡക്റ്റുകൾ. അതായത് അരി വെച്ചിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്, അതൊക്കെയാണ് അവർ യൂസ് ചെയ്തിട്ട് ഭയങ്കര യങ് ആയിട്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്ത് നോക്കാം, നമ്മൾ യങ് ആവാൻ നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ നമ്മൾ അരിപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് വൈറ്റമിൻ ബി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് വളരെ നല്ലതാണ് ഈ അരിപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കസ്തൂരി മഞ്ഞളുടെ പൊടി ഉണ്ടാവും. സാധാ മഞ്ഞപ്പൊടിയല്ല, നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞപ്പൊടിയല്ല, കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. അറിയായിരിക്കും, ഒരുവിധം ആൾക്കാർക്ക് അറിയാം. അപ്പോൾ ഇനിയിപ്പോൾ പൊടിയായിട്ട് അതിലേക്ക് എന്തൊക്കെ മിക്സ് ചെയ്തിട്ടാണ് പാക്കറ്റ് വരാൻ നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉണക്കിയേക്കുന്ന കസ്തൂരി മഞ്ഞളായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ അത് മേടിച്ചിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് പൊടിച്ചങ്ങ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിശ്വാസമായി. കാരണം ഒറിജിനൽ സാധനമാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. മറ്റേത് പാക്കറ്റ് ആകുമ്പോൾ നമുക്ക് നല്ലതാണോ,
അതിനകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഉള്ള ഒരു ചിന്ത ഇങ്ങനെ വരും. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഇത് മേടിക്കുക, പൊടിക്കുക, ആക്കി വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ കസ്തൂരി മഞ്ഞൾ നമ്മുടെ ഫേസിലേക്ക് വളരെ നല്ലതാണ് കേട്ടോ. ഇനി നമ്മൾ എടുക്കുന്നത് നമ്മുടെ ചന്ദനപ്പൊടി, സാൻഡൽ പൗഡർ. അതും ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ഈ അങ്ങാടി കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ, സാൻഡൽ പൗഡർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതും മേടിക്കാം, നമ്മുടെ ഫേസിന് വളരെ നല്ലതാണ് കേട്ടോ. നല്ലൊരു എന്താ പറയുക, ഭയങ്കര റിഫ്രഷ് ചെയ്യും നമ്മുടെ ഫേസിനെ. അത് തന്നെ നല്ലൊരു മണവും കാര്യങ്ങളും, അതേപോലെ തന്നെ ഭയങ്കര എന്താ പറയുക, ഫ്രഷ് ആയിട്ടിരിക്കില്ല. നമ്മൾ ഭയങ്കര എപ്പോഴും നമ്മൾ ഫ്രഷ് ആയിട്ടിരിക്കുക എന്നൊക്കെ പറയില്ല, അതേമാതിരി ഫേസിനെ തന്നെ നല്ലൊരു ഫ്രഷ് ആക്കി അങ്ങ് മാറ്റാനും ഈ ചന്ദനത്തിൻ്റെ പൊടി നല്ലതാണ്. അപ്പോൾ അത് നമുക്ക് 2 ടേബിൾ സ്പൂൺ എടുക്കാം. ഇനി നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മുൾട്ടാണി മിട്ടി. എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മൾ ഫേസിൻ്റെ പ്രോഡക്റ്റുകൾ പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം പറയും മുൾട്ടാണി മിട്ടി വളരെ നല്ലതാണ്, വളരെ നല്ലതാണെന്ന് പറയും. അപ്പോൾ അതായത് എന്ന് വെച്ചാൽ നമ്മുടെ നല്ല പോലെ ബ്രൈറ്റൻ ചെയ്യാൻ, സ്കിന്നിനെ നല്ലപോലെ ബ്രൈറ്റൻ ചെയ്യാനും, ഈ നേരത്തെ പറഞ്ഞ പോലെ പിമ്പിൾസിൻ്റെ കുരുവും കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ കളയാനും ഒക്കെ നല്ലതാണ് നമ്മുടെ ഈ മുൾട്ടാണി മിട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ 2 ടേബിൾ സ്പൂൺ എടുക്കുക. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഒരു ഡബ്ബയ്ക്കകത്ത് സ്റ്റോർ ചെയ്ത് അങ്ങ് വെക്കാം. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ഡെയിലി, നമ്മൾ എപ്പോഴാണോ, എന്തായാലും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയി വാഷ് ചെയ്യണം അല്ലേ, ആ ടൈമിൽ ഇതൊന്ന് മുഖത്തിട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ്, വല്ലാണ്ട് ഉണങ്ങിയ കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ, നമ്മളൊരു ഫേസ് വാഷ് പോലെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒന്നിട്ടതിന് ശേഷം നമ്മളൊന്ന് നല്ലപോലെ കൈ കൊണ്ട് ഒന്ന് റബ്ബ് ചെയ്ത് അങ്ങ് ഇതാക്കി കഴിഞ്ഞാൽ കാലത്ത് തന്നെ നമ്മുടെ ഫസ്റ്റ് പരിപാടി ഫേസിൻ്റെ കഴിഞ്ഞു. ഫേസ് ക്ലീനിങ് അങ്ങോട്ട് കഴിഞ്ഞു. നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ഭയങ്കര ഫേസൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഇത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ കാലത്തും വൈകുന്നേരവും ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റൻ ആവാനും ക്ലീൻ ആവാനും ഒക്കെ നല്ലതാണ് കേട്ടോ. ഇനി വേണമെങ്കിൽ ഇതൊരു പാക്കായിട്ട് നമുക്ക് ഫേസിൽ മാസ്ക് പോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതായത് ഇപ്പം നൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ, കാലത്ത് എന്തായാലും നമുക്ക് നേരം ഉണ്ടാവില്ലല്ലോ, വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ നൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതേമാതിരി തന്നെ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ക്ലീൻ ചെയ്യും ഫേസ്. ആ ടൈമിൽ ഇതിടാം, ഒന്ന് ഡ്രൈ ആവണ വരെ ഒന്ന് നിൽക്കാം, അതിനുശേഷം വാഷ് ചെയ്ത് കളയാം. അടിപൊളിയാണ്. അതിനുശേഷം നമ്മൾ എന്ത് മോയ്സ്ചറൈസറാണോ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് അതും കൂടി അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രശ്നങ്ങളും ഇല്ല. അപ്പം നമ്മൾ എന്താ പറയുക, നമ്മുടെ വീട്ടിലുള്ള അടുക്കളയിലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മാത്രം മതി. പക്ഷേ വളരെ എന്താ പറയുക, ഫേസ് നല്ല ക്ലീനായിട്ടും അതേപോലെ തന്നെ നല്ലപോലെ ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു കെമിക്കൽസ് ഇല്ലാത്ത ഒരു അടിപൊളി ഫേസ് വാഷ് പൗഡറാണ് നമ്മളിന്ന് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണല്ലോ. ഇനിയിപ്പോൾ അത്യാവശ്യം എനിക്ക് തോന്നുന്നത് ഇല്ലാണ്ടിരിക്കുക ഈ മുൾത്താണി മിട്ടിയും നമ്മുടെ സാൻഡൽ പൗഡറൊക്കെ ആയിരിക്കും. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാനിത് കുറച്ചായിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു അളവാണ് 2 ടേബിൾ സ്പൂൺ വെച്ച് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കത് ഇത്തിരി ബൾക്കായിട്ട് ഉണ്ടാക്കി വെക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എല്ലാം ഒരേ അളവിൽ മിക്സ് ചെയ്യുക. ഇപ്പോൾ 50 ഗ്രാം 50 ഗ്രാം 50 ഗ്രാം ആയിട്ട് മിക്സ് ചെയ്യുക, വെക്കുക. ഒരു പ്രശ്നമില്ല. നമ്മൾ ഫ്രിഡ്ജിലോ കാര്യങ്ങളൊന്നും സ്റ്റോർ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ എടുക്കുമ്പോൾ അതായത് നനവുള്ള സ്പൂണോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ടിരിക്കുക. അപ്പോൾ ഒത്തിരി നാളിരുന്നോളും. നമ്മൾ മോർണിംഗും ഈവനിങ്ങും ഇതേപോലെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ടിരിക്കും. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഫേസ് ഇരിക്കും ചെയ്യും. അപ്പോൾ ഇതാ ഇന്നത്തെ നല്ല കിഡിലൊരു ഫേസ് വാഷ് പൗഡർ നമ്മൾ ഉണ്ടാക്കിയെടുത്തല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കണം ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ഇറ്റ്സ് മീ ശ്രുതി സൈനിങ് ഓഫ്. ബൈ.